പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ്. അന്നുള്ള വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് അന്നന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് സാവകാശം കിട്ടാത്തത് കൊണ്ടാണ് ഒരു ദിവസം 2 ദിവസമൊക്കെ താമസിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞായറാഴ്ച ദിവസത്തേതാണ് ഇന്ന ദിവസത്തെ വിശേഷങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ. രാവിലെ പള്ളിയിൽ പോകാൻ ഒരുങ്ങുവാണ്. മോനുകുട്ടനെ സൺഡേ സ്കൂളിലൊക്കെ ഇരുത്തിയിട്ട് ഞാനും മുത്തും കൂടി കുർബാന കഴിയുമ്പോൾ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോകും. അവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് മോനുകുട്ടൻ്റെ സൺഡേ സ്കൂൾ തീരുന്ന സമയമാകും. അന്നേരം അവനെ വിളിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. ഇന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് വരാം. വായിക്കെടുക്കുക സൺഡേ സ്കൂളിൻ്റെ. പള്ളിയിലെ കഴിഞ്ഞ് ഞാനും മുത്തും കൂടി ഇങ്ങോട്ട് വന്നു. നമ്മുടെ കുഞ്ഞോൻ ഭയങ്കര ഉറക്കമാണ്. എനിക്കൊന്നും വയ്യായേന്നും പറഞ്ഞാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ രാവിലത്തെ ഈ ഉറക്കം കഴിഞ്ഞാൽ ഇപ്പം അധികം ഉറങ്ങാറില്ല പകൽ കേട്ടോ. പിന്നെ അവിടെ രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ചായയും മിച്ചറും ഒക്കെ തന്നു. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി. ആണല്ലോ ആണല്ലോ ആ അല്ല ബലൂൺ പൊട്ടിക്കട്ടെ. എനിക്കിവിടെ വേദനയാണ്. ഇനിയിപ്പോ അതൊക്കെ പൊട്ടി അപ്പഴും വേദന എടുക്കുന്നുണ്ട്. ഓട്ടോ ഉണ്ടോ കേട്ടോ? പൊട്ടിക്കട്ടെ ബലൂൺ. അമ്മ കൈ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പിടിക്കുന്നു. മൈക്ക് പിടിക്കും. നഖം വെട്ടെ. കയ്യ നഖം വെട്ടില്ല. ഉണ്ടുണ്ട് വേണ്ട. ഇതിനകത്തെല്ലാം അഴുക്ക് കയറിയിരിക്കും. എടുത്തോണ്ട് അമ്മ വെട്ടിത്തരാം. മോൻ എടുത്തോണ്ട് വാ. നമ്മൾ ഇന്ന് ഒരു വലിയ പാത്രത്തിൽ ചോറ് വിളമ്പുന്നത് 3 പേർ കൂടെ കഴിക്കാനാട്ടോ. എനിക്കും മോനുകുട്ടനും മുത്തിനും. ഞങ്ങൾ 3 പേരുടെ ചോറുണ്ണാൻ പോവാണ്. വാരിക്കൊടുക്കണം എന്നൊരു അഭിപ്രായമൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ചോറും ഇന്നലത്തെ നമ്മുടെ കപ്പയുണ്ട് കേട്ടോ. കപ്പ വേവാത്ത കപ്പ, വേവ് കുറവുള്ള കപ്പ അരപ്പിട്ടെടുത്തതാണ്. അതുണ്ട്. പിന്നെ നമ്മുടെ കൂണുണ്ട്. എന്നും ഇച്ചിരി ചോറ് വിളമ്പുമ്പം എല്ലാവരും ചോദിക്കും ഇത്രയൊക്കെ മതിയോ, ഇത്രയും കഴിച്ചാൽ വയറ് നിറയുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ. അതുകൊണ്ട് ഇന്ന് വലിയ പാത്രത്തിൽ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് കഴിക്കാനല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തൈര് എടുത്തിട്ടുണ്ട്. അതവർക്ക് വേണമെന്ന് ചോദിച്ചിട്ട് ചോറിനകത്ത് ഒഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം ഇതാണ്. മാമി അവിടെ ചോറും നെത്തോലിത്തോരനും ഒക്കെ വെച്ചായിരുന്നു. കഴിക്കാൻ അന്നേരം എനിക്ക് വിശപ്പില്ലായിരുന്നേ. അപ്പം ഇങ്ങോട്ട് വന്നിട്ട് പോയി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് ആ കയറ്റം കയറി ഇറങ്ങാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുവാണ്. നമ്മളിനിയും കൊച്ചോളുടെ വീട്ടിൽ പോവാം. അപ്പോൾ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് പോകണം എന്നൊക്കെ കരുതിയിരിക്കുവാണ്. ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഓട്ടോ കിട്ടുമോ എന്തുവാന്ന് തിരക്കട്ടെ. ഓട്ടോ കിട്ടുവാണെങ്കിൽ അങ്ങ് പോകാം. ജാനിക്കുട്ടിയും കൂക്കും ഒക്കെ വരുന്നുണ്ട്.
നമ്മളെല്ലാവരും കൂടി ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ വീണ്ടും അങ്ങോട്ട് ചെന്ന് ആ കയറ്റം കയറി ഇറങ്ങിപ്പോയി ചോറുണ്ട് വന്ന് വീണ്ടും പോകാമെന്ന് പറഞ്ഞ് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങ് കഴിക്കുവാണ്. ഇനി അങ്ങോട്ട് ചെന്നാലും ചുട്ടിപ്പാറയൊന്ന് കയറി ഇറങ്ങി വരണമെന്നാണ് പ്ലാനിങ്. നടക്കുമെന്നറിയത്തില്ല, നോക്കട്ടെ. അപ്പം നമുക്ക് ചോറുണ്ണാം. വാ അമ്മ വാരിത്തരാം. വാ എല്ലാവർക്കും കൊണ്ടുപോവാ. കോഴിക്കുട്ടനും മുത്തിനും ചോറ് വാരിത്തരാം കേട്ടോ. ചോറുണ്ണ അരി എന്തൊക്കെ തൈര് ഒഴിക്കട്ടെ. കപ്പ വേണം. അച്ഛനെ കൊടുക്കാം. അഞ്ചുരുളയുടെ വിശപ്പേ ഉള്ളു. എന്തോ കഴിച്ചു പള്ളിയിൽ നിന്ന്? ഇഡ്ഡലിയുടെ കൂടെ എന്ത് വരും? സാമ്പാർ. ഒരു എണ്ണയോ കഴിക്കുന്നത്? കപ്പ തരട്ടെ. ഇതുള്ളതുകൊണ്ട് ഞാൻ മതി. ഇതെല്ലാം കൂടി എനിക്ക് വെള്ളം അച്ചോടെ കൊടുക്കാം. ഇച്ചിരി ഒഴിച്ചോണ്ട് പോയി. അതിനകത്ത് വെള്ളമില്ല. ഒരു വരണ കഴിക്കാൻ. മോനൊരു എരി ഇല്ലാതില്ലേ വേണ്ടേ? എത്ര ഉരുളയായി? 2 ഇഡലി കഴിച്ചോണ്ട് വിശപ്പില്ല. കപ്പ തരട്ടെ. അവിടെ പോയി മാറി കഴിച്ചിട്ട് മുഖം കഴുകുക കേട്ടോ. ചോറൂണൊക്കെ കഴിഞ്ഞു. ഇനി പാത്രം കഴുകിയിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നമ്മള് കൊച്ചുമോളുടെ വീട്ടിൽ പോവാ കേട്ടോ. പറ്റുമെങ്കിൽ നമ്മൾ ചുട്ടിപ്പാറയിൽ പോകും. അറിയത്തില്ല, പോകണമെന്ന് മനസ്സിൽ വെച്ചാണ് പോകുന്നത്. കഴിക്കാൻ കയറേണ്ടത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. മോനിക്കുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇന്നാ പൊട്ടിക്കുന്നത് കേട്ടോ. അന്ന് കുറെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വാരി സ്ഥലമില്ലാഞ്ഞോണ്ട് ഇത് എടുത്തില്ല കേട്ടോ. ഇന്ന് നമ്മള് പൊട്ടിച്ച് കഴിക്കാൻ പോവാ. ശ്രുതി ആന്റിക്ക് താങ്ക്സ് പറഞ്ഞു. ശ്രുതി ആന്റി കൊടുത്ത ഇത് ഒരു പ്രയോഗം നടത്തി അത് പൊട്ടിച്ച് ഒടിച്ചു. അയ്യോ വിഷമം കേട്ടോ. ഇത് മോനിക്കുട്ടനെ ജാനിക്കുട്ടിക്ക് കൂടെ കൊടുക്കണേ കേട്ടോ. ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വരാം. ഇപ്പഴല്ല, രാത്രിയാവും. അപ്പം മല കയറാൻ ഒക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം അല്ലേ? ആവുന്നുണ്ടെങ്കിൽ കയറി പോയി കാഴ്ചകളൊക്കെ കണ്ടു പോരാം എന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസിന് പിന്നെയും താങ്ക്സ് പറയാണ്. പ്രാർത്ഥനകൾക്കും എല്ലാത്തിനും ഒരുപാട് സ്നേഹം കേട്ടോ. അയ്യോ കുഞ്ഞോനെ വേണ്ട, വേണ്ട, അവനെ കൊണ്ടളിക്കും. ഇല്ല എനിക്ക്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ ജാനിക്കുട്ടിയുടെ ഇപ്പം മേടിച്ച ഡ്രസ്സായിട്ടിരിക്കുന്നത് കേട്ടോ. കൊള്ളാം. അവളുടെ തലയിലെ സൂര്യകാന്തി പൂവും മഞ്ഞ ബെന്നിനും ഒക്കെ നല്ല മാച്ചായിട്ടുണ്ട്. നമ്മളവിടെ ചെന്നാലും ഇതേപോലെ ഒരു കയറ്റമാട്ടോ. ഇത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇവിടെ എങ്ങും പോകാത്തത്. കയറി ഇറങ്ങാനുള്ള പ്രയാസം കൊണ്ടാട്ടോ. അല്ലാതെ എപ്പോഴും ഓടി പോകണമെന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷേ ഈ കയറ്റം കയറാനും ഇറങ്ങാനും ഓർക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുക. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കാണ് കൊച്ചോളും വന്നത്. കൊച്ചോള് മാമി ജോലി ചെയ്യുന്ന ബേക്കറിയിലോട്ട് പോയേക്കുമായിരുന്നേ.
അവിടെ കുറച്ച് പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാമി കുറച്ച് ദിവസമായിട്ട് വയ്യാത്തത് കൊണ്ട് ലീവ് എടുത്തേക്കുമായിരുന്നു. അതുകൊണ്ട് അവൾ ഇന്ന് പോയിട്ട് ഞങ്ങൾ ചെല്ലാറായപ്പോഴാണ് വന്നത്. എന്തോരം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം ആരെയും കാണുന്നില്ല. ഒരുങ്ങി അങ്ങ് വന്ന് തിരിച്ചെന്നിട്ട് നമ്മൾ ചെന്നപ്പം 2:30 ആറായിട്ട്. മാമി അന്നേരം തൊട്ട് ചോറ് വിളമ്പുക എന്ന് പറയുന്നത് വെച്ചാൽ മാമി അവിയൽ, സാമ്പാർ, പരിപ്പ്, പപ്പടം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കഴിച്ചത് കൊണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു മാമി എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം കൊച്ചോൾക്ക് അവിടെ നിന്നൊരു ബിരിയാണിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അവളത് കഴിക്കാനിരുന്നു. കുക്കുവിന് വിശപ്പുണ്ടായിരുന്നു, കുക്കു കഴിക്കാനെടുത്തു. അപ്പം അവർ രണ്ടുപേരും മൂത്തിന് കുറച്ച് വാരിയൊക്കെ കൊടുത്തു. മോനുകുട്ടനും അവർ വാരി കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ചിട്ട് അവർ രണ്ടുപേരും കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. അച്ഛനാമി ആദ്യം വിളിച്ചത്. ആ അച്ചാച്ചി അങ്ങനെ വിളിച്ച്. അച്ചാച്ചിയോട് കാര്യം അതുകൊണ്ട് അച്ചാച്ചി കപ്പ് മേടിച്ചാനാടാ ഇന്നാ യാടാ കാപ്പ്. മാമിയെ ഓങ്ങുന്നു കേട്ടോ. തിന്നലാണല്ലോ നമ്മുടെ മെയിൻ, തീറ്റയാണ് നമ്മളുടെ മെയിൻ. പിന്നെന്തോരാ ജീവിക്കുന്നേ. ചോറുണ്ണാൻ മാമി നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരി, പഴുത്ത ഏത്തയ്ക്ക വറുത്തതും അല്ലാത്ത ഏത്തയ്ക്ക ഉപ്പേരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ കുറച്ച് അതൊക്കെ, എനിക്ക് പഴുത്ത ഏത്തയ്ക്ക വറുത്തത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതൊക്കെ എടുത്ത് ഇച്ചിരി കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ അന്നേരം മാമി എന്നോട് പറഞ്ഞു ചുട്ടിപ്പാറ കയറണമെന്നുണ്ടെങ്കിൽ വല്ലതൊക്കെ കഴിച്ചിട്ട് പോകണം, അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ദഹിക്കുമെന്ന്. ഞാൻ വെച്ചു കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ വെളിയിലിറങ്ങി കുറച്ച് നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ആങ്ങളയ്ക്ക് ഇവരുടെ എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ എല്ലാം 4 പേരുടെയും കൂടെ ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ അവിടെ പോയി വെളിയിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. 4:30 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകണമെന്നും കണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വെയിൽ താണിട്ടേ നമുക്കതങ്ങോട്ട് കുന്നു കയറി പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ഇരുന്ന് 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇച്ചിരി ചോറെടുത്തുണ്ടാന്ന് വിചാരിച്ചു. കാരണം മാമി കഷ്ടപ്പെട്ട് കറികളൊക്കെ വെച്ചതല്ലേ, ഇച്ചിരെങ്കിലും കഴിച്ചില്ലെങ്കിൽ മാമിക്ക് വിഷമമാവും. അതുകൊണ്ട് ഇച്ചിരി ചോറെടുത്തുണ്ടാന്ന് വിചാരിച്ചു. കൊച്ചോക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് നാണമാട്ടോ. മുത്ത് മോനുകുട്ടൻ്റെ അത്രേ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചുട്ടിപ്പാറയൊന്ന് പോയതാണ്. അന്നത്തെ കുറേ ഫോട്ടോസുണ്ട്. ആ ഫോട്ടോസിൽ മുത്ത് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ ഇരിക്കും മോനുകുട്ടൻ്റെ ഫോട്ടോ ഇപ്പോൾ എടുത്താൽ. പക്ഷേ ഇത്ര ഇല്ലായിരുന്നു, ഇതിനെക്കാട്ടി കുറച്ചുകൂടി ചെറുപ്പമായിരുന്നപ്പോഴാണ് പോയത്. അപ്പം ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. അന്നൊക്കെ പടിയോ വഴികളോ ഒന്നുമില്ലായിരുന്നു. നമ്മളിങ്ങനെ ശരിക്കും കുന്നും മലയും ചവിട്ടി കയറി പോകണമായിരുന്നു. ഇപ്പം പിന്നെ പടികളൊക്കെ കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇച്ചിരി ചോറുണ്ണാനിരുന്നതാണ്. കറികളാണ് കൂടുതലും. എനിക്ക് പരിപ്പും പപ്പടവും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മുത്തിന് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു 4:30 ആയേ. അന്നേരം നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചു. പിന്നെ ഇവർ ചോറുണ്ടപ്പോൾ 3-4 ഉരുള വാരി കൊടുത്തു. അതുകൊണ്ട് വിശപ്പുണ്ടെങ്കിൽ വേണേൽ കഴിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അത് നമ്മളങ്ങ് താഴോട്ട് ഇറങ്ങി. ഈ വഴിയാണ്, ഈ കുന്ന് കയറിയാണ് വീട്ടിലോട്ട് പോകേണ്ടത്. പിന്നെ ഇങ്ങോട്ട് ആ ഒരു കയറ്റം കയറിയാൽ മതി. പക്ഷേ മെയിൻ റോഡിലോട്ടാണ് വീട്. വാടകയ്ക്കാണ് താമസിക്കുന്ന മാമിയൊക്കെ കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ പത്തനംതിട്ട ഫയർ സ്റ്റേഷൻ്റെ
സൈഡിൽ കൂടാണ് ഈ വഴി. ഇത് ചുട്ടിപ്പാറയിലോട്ട് കയറിപ്പോകുന്ന വഴിയാട്ടോ. അപ്പം ഇങ്ങോട്ട് കയറി വരാൻ ചെറിയ പടികൾ കെട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടികളൊക്കെ ഇപ്പോൾ കയറി ഇറങ്ങുമെന്ന് തോന്നുന്നേ. റോഡൊക്കെ കണ്ടിട്ട് എൻ്റെ നിലപാടനുസരിച്ച് വണ്ടിയൊക്കെ കയറിയാൽ കൂപ്പ് കുത്തി താഴെ വീഴും. പക്ഷേ അവിടെ വണ്ടിയൊക്കെ കയറുന്നുണ്ട്. അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് അമ്പലത്തിലോട്ട് കയറിപ്പോൾ അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. അതിലോട്ട് കയറിപ്പോകുന്നതിൻ്റെ പ്രവേശന കവാടം ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പടികൾ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കടകളൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരുത്തർ. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കരുതി നമ്മൾ കയറി പോകണമായിരുന്നു. ഇപ്പം അങ്ങ് മുകളിൽ അമ്പലത്തിൻ്റെ അവിടെയും കടകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ മോനുകുട്ടനെ എങ്ങോട്ട് ഇറങ്ങിയാലും വെള്ളമൊക്കെ വേണം. അതുകൊണ്ട് അവന് വെള്ളം കരുതിയിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറാൻ തുടങ്ങുവാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഐതിഹ്യം ചുട്ടിപ്പാറയെ പറ്റിയുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ചുട്ടിപ്പാറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ടയുടെ ഒരു എന്താ പറയുന്ന ഒരു ഹൃദയഭാഗം എന്നൊക്കെ പറയാം കേട്ടോ. അവിടുന്ന് 150 അടിയോളം ഹൈറ്റുണ്ട് ഈ ചുട്ടിപ്പാറ മുകളിലെത്തുമ്പോഴത്തേക്ക്. അവിടെ പാറയെന്ന് പറയുന്നത് ഒരു 100 ഏക്കറിലോളം വ്യാപിച്ച് കിടക്കുന്ന കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിയാൽ നമ്മുടെ പത്തനംതിട്ട ടൗൺ ഏരിയ മുഴുവനും കാണാൻ പറ്റും. പിന്നെ താഴെ നിന്ന് നോക്കിയാൽ ഇതൊരു ഒറ്റ പാറയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ മുകളിൽ കയറി കഴിയുമ്പോൾ വേറെ 2 പാറകളും കൂടെ ഉണ്ട്. 2 മലകൾ പോലെ കേട്ടോ. അത് ഒന്ന് ചുട്ടിപ്പാറ, ഒന്ന് മുരുകൻ പാറ, ഒന്ന് ഹനുമാൻ പാറ, അങ്ങനെ 3 എണ്ണമാണ്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ചുട്ടിപ്പാറ എന്നാണ് പറയുന്നത്. നല്ല കാറ്റാണ് കേട്ടോ. കയറി പോകുന്ന ഒരു വിഷമേ ഉള്ളൂ. നല്ല കാറ്റാണ്. ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ്. ഇപ്പം പിന്നെ ഈ ഒരു സീസണായി ശിവരാത്രിയുടെ ആഘോഷങ്ങളും ആ ഒരു പാട്ടും മേളവും അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അനുഭവം തന്നെ അത്. പക്ഷെ അങ്ങോട്ട് കയറി പോകുന്ന കാര്യം ഇച്ചിരി പ്രയാസമാണെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഹനുമാൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്, ഈ പാറയുടെ മുകളിൽ ഹനുമാൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അവിടുത്തെ വിശ്വാസമുള്ളവരൊക്കെ പറയുന്നത്. പിന്നെ പാറയിലോട്ട് നമ്മൾ ഈ ചെവി ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചാൽ ഓങ്കാരം മുഴങ്ങുന്നതായിട്ട് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെല്ലാം അപ്പുറം ഹനുമാൻ പാറയിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള നാഗരാജ വിഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഭക്തർക്ക് മനസ്സിലായതും അങ്ങനെ ശിവക്ഷേത്രമൊക്കെ പണിഞ്ഞതുമൊക്കെ. അപ്പോൾ ആ 150 അടി പൊക്കമുള്ള പാറപ്പുറത്ത് 3 ആൾ പൊക്കമുള്ള ഒരു വറ്റാത്ത കിണറുണ്ട്. ആ കിണറിൻ്റെ സൈഡിൽ 5 ആളിൻ്റെ പൊക്കത്തിൽ ഒരു അരയാലുണ്ട്. അവിടെ അങ്ങ് മണ്ണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ. ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരങ്ങനെ മനസ്സിലാക്കുന്ന, അങ്ങനെ വിശ്വസിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അവിടെ ആ ആൽത്തറയിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുണ്ട്. വിവാഹത്തിനൊക്കെ തടസ്സം നേരിടുന്നവർ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിവാഹം നടക്കുമെന്നൊക്കെയാണ് വിശ്വാസം. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസമാണ് അവിടെ പോയി പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ഉള്ള കാര്യമെന്ന് വെച്ചാൽ പണ്ട് ശ്രീരാമനും സീതയും നമുക്കവിടെ നിന്നാൽ കാണാൻ പറ്റും അച്ചൻകോവിലാറ്റിൽ വന്ന് കുളിച്ചതായിട്ടും സീതാദേവി ചേല നനച്ച ശേഷം പാറയുടെ മുകളിൽ വിരിച്ചെന്നും അപ്പോൾ ആ വിരിച്ചതിൻ്റെ ഒരു അടയാളം പാറപ്പുറത്തുണ്ടെന്നും ഒക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. അതവിടെ കാണാനുണ്ട് കേട്ടോ. അതിൻ്റെ ഐതിഹ്യം മാത്രമല്ല, അതിൻ്റെ തെളിവുകൾ അവിടെ ഉണ്ട്. പിന്നെ ഞാനീ പോയി നിൽക്കുന്നതല്ലാത്ത 2 പാറകളും കൂടി ഉണ്ട്. അവിടെ കയറി ഇറങ്ങാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. മുത്തും കൊച്ചോളും മാത്രമേ അങ്ങോട്ട് പോയുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് ഇറങ്ങാനും കയറാനും പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ അവിടെ ഗുഹയിൽ ശ്രീരാമനും സീതയും തങ്ങിയിട്ടുള്ളതായിട്ട് ഐതിഹ്യമുണ്ട്. അവിടെ അവർ കിടന്നുറങ്ങിയ ഒരു കിടക്കയുണ്ട്. അതൊരു കല്ലുകൊണ്ടുള്ള കേട്ടോ. അത് ഇപ്പോൾ കാണാനൊന്നും പറ്റത്തില്ല. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അത് ഗുഹ തുറന്ന് കിടക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം വാതിലൊക്കെ വെച്ച് അത് ക്ലോസ് ചെയ്തേക്കും. അതിനകത്തൊന്നും ഇപ്പം അങ്ങനെ കയറാൻ പറ്റത്തില്ല. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിരുന്നു, പോയി കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ ആൾക്കാരുടെ ശല്യം കൊണ്ടായിരിക്കും അതൊക്കെ അങ്ങ് ക്ലോസ് ചെയ്തു. വെളിയിൽ നിന്നൊക്കെ കാണാനേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ചുട്ടിപ്പാറയുടെ ഐതിഹ്യം. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
നമുക്കവിടെ നിന്നാൽ നമ്മുടെ വലഞ്ചുഴി ദേവീക്ഷേത്രം, അതിൻ്റെ കവാടം, പിന്നെ അച്ചൻകോവിലാറ് ഒക്കെ ഏകദേശം കാണാൻ പറ്റും. അങ്ങോട്ടൊക്കെ പോയാൽ അതിലേറെ കാഴ്ചകൾ, ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് പോയില്ല. അപ്പം 2014 ശിവപ്രതിഷ്ഠ അവിടെ നടത്തിയത്. അവിടെ ആ ശിവപ്രതിഷ്ഠ നടത്തിയ സമയത്ത് 5 വാനരന്മാർ അവിടെ വന്നിരുന്നെന്നും കർമ്മങ്ങളെല്ലാം കഴിയുന്നത് വരെ അവരെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കാണാതായെന്നും ഒക്കെ വിശ്വാസമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ലേക്കും ലഗാനും ഇല്ലാതായിപ്പോയി, കയറി വന്നല്ലോ എന്നായിപ്പോയി കേട്ടോ. കാരണം അത്രയും അങ്ങ് എന്താ പറയുന്നത്, അത്രയും ഒരു അന്തരീക്ഷം അങ്ങനെയാണ് കേട്ടോ. പിന്നെ ദാ ഈ പോകുന്ന അവർ രണ്ടുപേരുടെ കയറി പോകുന്നുണ്ടോ, അവിടെ ആ 2 പാറകളാണ് പിന്നുള്ളത്. അവിടെയാണ് ഗുഹയുള്ളത്, പിന്നെ ഈ അതിശയ കിണറൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങോട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല, അവർ പോയിട്ട് വന്നു. അവിടെയൊക്കെ ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ ആരോഗ്യമില്ലാത്തവരൊന്നും പോയി വെറുതെ മറ്റുള്ളവർക്ക് മെനക്കേട് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. പടികളൊക്കെ ഉള്ളിടത്ത് കയറി പോകാൻ വലിയ പ്രയാസമില്ല. പക്ഷേ പടികളില്ല, പാറപ്പുറത്തുകൂടി ഇങ്ങനെ ചവിട്ടി കയറി പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച്. എന്നാൽ ഞാൻ എന്തോരം ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പപ്പയുടെ വീട്ടിലൊക്കെ ഇതുപോലുള്ള പാറകളാണ്, പപ്പയുടെ വീടിൻ്റെയൊക്കെ പുറവശത്തൊക്കെ. അവിടെയൊക്കെ ഓടി നടന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ഈ ഒരുപാട് വെള്ളം ഇങ്ങനെ കടൽ, ആറൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ. അതേപോലെയാണ് ഈ പാറ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്ന കാണുമ്പോൾ ഇപ്പോൾ ഒരു പേടിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഹൈറ്റിൽ അങ്ങോട്ട് കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ തല കറങ്ങുന്ന പോലൊക്കെ തോന്നുവേ. അതുകൊണ്ട് നമ്മൾ അധികം പരീക്ഷണത്തിനൊന്നും നിന്നില്ല. അപ്പോൾ അവർ 2 പേരും അവിടെയൊക്കെ പോയി തിരിച്ചിറങ്ങി വരുന്നിടം വരെ നമ്മളിവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഉത്സവമാണ്, പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. ഗാനമേള, ഡാൻസ്, തിരുവാതിര, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. മുത്തും കൊച്ചോളും കൂടെ അപ്പുറത്ത് ആ പാറയിൽ കയറാൻ പോയില്ല. അപ്പം മോനുകുട്ടനെ വിടാൻ ഞാൻ ഞങ്ങളോട് പിണങ്ങിയിരിക്കും കേട്ടോ. ഞാൻ എങ്ങനെയാണ് വിടുന്നത്? അവന് അവരുടെ കൂടെ ഓടി അങ്ങോട്ട് പോയി ഇങ്ങനെ തെന്നി പോയെങ്കിൽ താഴോട്ട് വീഴത്തില്ല. അതുകൊണ്ട് ഞാൻ വിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയുകൊണ്ട് ഞാൻ വിട്ടില്ല. എനിക്ക് പോകാനും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വിട്ടില്ല. അതിന് കുറച്ച് നേരമൊക്കെ പിണങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചുട്ടിപ്പാറയിലൊന്ന് വന്ന് കയറി ഇറങ്ങി നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പേ നമ്മൾ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഉത്സവപ്പറമ്പാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അന്യസംസ്ഥാനക്കാർ വേണമെന്നില്ല, നമ്മുടെ നാട്ടുകാരാണെന്നുണ്ടെങ്കിലും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എന്താണ് മദ്യപിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അധികം പരിചയമില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ സന്ധ്യയ്ക്ക് ഇരുട്ട് വീഴുന്നതിന് മുമ്പേ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കൊച്ചോളെ തിരിച്ച് വീട്ടിലെത്തിക്കണം ഞങ്ങൾക്ക്. എന്നിട്ട് ഓട്ടോ വിളിച്ച് പോവുകയും വേണേ. എനിക്ക് ഇനിയും തിരിച്ച് അവിടെ ചെന്ന് അങ്ങോട്ട് കയറിപ്പോയി മാമീൻ്റെ അടുത്തോട്ട് പോകാൻ എനിക്ക് കാലിൽ തീരെ വയ്യായിരുന്നു കേട്ടോ. ആ കയറ്റം കയറി അങ്ങോട്ട് പോകാൻ ഇനി എനിക്ക് വയ്യാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് റോഡിൽ നിന്ന് തന്നെ ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊച്ചോളെ മുത്തങ്ങോട്ട് കൊണ്ടുവിടാം. അവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി, കൊച്ചോക്ക് പോകാൻ പറ്റും. അവിടെ വരെ കൊണ്ടുവിടണം, തന്നെ വിടാൻ പറ്റത്തില്ല. അപ്പം അങ്ങോട്ട് വിട്ടിട്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എനിക്കറിയാവുന്ന ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാടിൻ്റെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ആ നാടിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെയാണല്ലേ. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ചുട്ടിപ്പാറയിൽ നിന്ന് ഇറങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മോനുകുട്ടൻ ഇല്ലായിരുന്നു. ഇത്തവണ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മുത്തിൻ്റെ കൂടെ മോനുകുട്ടനും ഉണ്ട്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. നമുക്ക് പോകാം. ഇനിയിപ്പോൾ ഞങ്ങളങ്ങ് നേരെ കൊച്ചോളെ കൊണ്ടുവിട്ടേച്ച് നമ്മളങ്ങ് നേരെ വീട്ടിൽ പോട്ടോ. ജാനിക്കുട്ടിയുടെ അവിടെ ഒന്നും കയറുന്നില്ല, നേരെ അങ്ങ് വീട്ടിലോട്ട് പോവാണ്. കഴിക്കാൻ വല്ലതും അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്തു. മാമിയുടെ അടുത്ത് ചെന്ന് കഴിച്ചിട്ട് പോകാനൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങോട്ടും കയറാനും ഇറങ്ങാനും എൻ്റെ കാല് വയ്യ. അത്രയും ബലം ക്ഷയിച്ചാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അതുപോലെ എൻ്റെ കാലും എന്താ പറയുന്നത്, ശക്തി ചോർന്നു പോയി കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതിയെന്നും കണ്ടാണ് ഞങ്ങൾ
ഇറങ്ങിയത്. പിറ്റേന്ന് ജോലിക്കും പോകണമല്ലോ, അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എൻ്റെ പ്രിയങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ഇടണം കേട്ടോ. പത്തനംതിട്ടയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചുട്ടിപ്പാറയിലൊക്കെ വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം. വരാത്തവരുണ്ടെങ്കിൽ വരാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും വയ്യാത്തവരൊന്നും വരരുത്. അവർക്കൊരിക്കലും കയറി പോകാനും ഇറങ്ങി വരാനും പ്രയാസമാണ്. അപ്പോൾ ആരോഗ്യമുള്ളവരൊക്കെ വന്ന് കയറി നമ്മുടെ ഈ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണൊക്കെ ഒന്ന് കണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇങ്ങനത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ പകർത്തിയാൽ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനത്തെയൊക്കെ വീഡിയോസിലൂടെ നിങ്ങളോട് എനിക്കറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ടൗണാണ്. സന്ധ്യ കഴിഞ്ഞാൽ നല്ല വിളക്ക് കത്തിച്ച് വെച്ചതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. പക്ഷേ ഇരുട്ടുമ്പോൾ അവിടെ നിൽക്കണമെന്നേ ഉള്ളൂ. അതിന് നമുക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അധികം പ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കടന്നുപോയി. നമ്മളിങ്ങോട്ട് ഈ ഒരു ഇറക്കി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് മേളിലും കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നത് പുല്ലൊക്കെ കത്തിച്ചതാട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വല്ല സിഗരറ്റ് ഊറ്റിയോ അങ്ങനെ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ തീ പിടിക്കുകയോ എല്ലാം ചെയ്യത്തില്ല. അതുകൊണ്ട് പുല്ലൊക്കെ അവർ കരിച്ച് കളഞ്ഞേക്കുവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഇതിങ്ങനെ കത്തി തീർന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം അണഞ്ഞു. പിന്നെ നമ്മളിവിടെ വന്ന് ഇച്ചിരി വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. ഏതായാലും പാറയിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ, വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. ടാറ്റാ.